വെൽക്കം ബാക്ക്. ഡി എസ് പിയുടെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. ഈ ലെക്ചറിൽ നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ലീനിയർ ഫേസ് FAR ഫിൽട്ടേഴ്സാണ് കാണാൻ പോകുന്നത്. FAR ഫിൽട്ടർ എന്താണെന്നും അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും നമ്മൾ പ്രീവിയസ് ലെക്ചേഴ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് കാണാൻ പോവുകയാണ്. സോ എന്താണ് ഫ്രീക്വൻസി റെസ്പോൺസ്? നമുക്കറിയാം, ഫ്രീക്വൻസി റെസ്പോൺസ് എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ടേമല്ല. സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ, കൺട്രോൾ സിസ്റ്റത്തിലൊക്കെ നമ്മളതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. സോ ഫ്രീക്വൻസി റെസ്പോൺസിനെ നമ്മൾ നോർമലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് H എന്നുള്ള ഫോമിലാണ്, അല്ലേ? ഒന്നുകിൽ H(Z) എന്നോ അല്ലെങ്കിൽ H(J⍵) എന്നോ ഈ രീതിയിലൊക്കെയായിരുന്നു നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്തായിരുന്നു H(Z) എന്ന് പറയുന്നത്? അല്ലേ, H(Z) is nothing but Y(Z) divided by X(Z) എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, അല്ലേ? അതായത് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട്, അതിൻ്റെ ഒരു റേഷ്യോ ആണ് ആക്ച്വലി H(Z) എന്ന് പറയുന്നത്. സോ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് സംതിങ് നമ്മൾ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സോ ആ ഒരു സിസ്റ്റത്തിൻ്റെ, ഇവിടുത്തെ കേസിൽ നമുക്കൊരു FAR ഫിൽട്ടറാണ്. സോ ആ ഒരു ഫിൽട്ടറിൻ്റെ ബിഹേവിയർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും when we find the ratio of output by input. ഓക്കെ, സോ ആ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ബിഹേവിയറും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും when we find the frequency response of a filter. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഫ്രീക്വൻസി റെസ്പോൺസ് കാണുന്നത്. സോ നമുക്ക് കിട്ടുന്ന ഏത് ടൈപ്പ് ഓഫ് ഫിൽട്ടറാണോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻപുട്ട് എന്താണ്, അതിനനുസരിച്ച് നമ്മളുടെ ഫ്രീക്വൻസി റെസ്പോൺസ് മാറി വരാം. അതായത് ഡിപ്പെൻഡിങ് ഓൺ ദ വാല്യൂ ഓഫ് n, നമുക്ക് എത്ര സാമ്പിൾസുകൾ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ ബിഹേവിയർ അത് സിമെട്രിക് ആണോ അസിമെട്രിക് ആണോ, അതിനനുസരിച്ചൊക്കെ നമുക്ക് എന്താണ് നമ്മളുടെ ഫ്രീക്വൻസി റെസ്പോൺസ് മാറി വരും. സോ ഇവിടുത്തെ കേസിലും നമുക്ക് മെയിനായിട്ട് 4 ടൈപ്സ് ആണ് വരുന്നത്. ദാറ്റ് ഈസ് 2 ടൈപ്പ് ഓഫ് സിഗ്നൽസുകൾ നമുക്കുണ്ട്, സിമെട്രിക് സിഗ്നലും ആൻറ്റി സിമെട്രിക് സിഗ്നലും. അതുപോലെ തന്നെ എന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് n എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഓഡ് നമ്പേഴ്സും ആവാം അതുപോലെ ഈവൻ നമ്പേഴ്സും ആവാം. സോ ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ട് വി ക്യാൻ ഫൈൻഡ് 4 ടൈപ്സ് ഓഫ് ഫ്രീക്വൻസി റെസ്പോൺസ് ഫോർ ദിസ് പെർട്ടിക്കുലർ സെക്ഷൻ. അതായത് ഒന്ന് സിമെട്രിക് സിഗ്നൽ ആൻഡ് n is odd. സെക്കൻഡ് വൺ സിമെട്രിക് സിഗ്നൽ ആൻഡ് n is even. ഇനി അതേപോലെ തന്നെ ആൻറ്റി സിമെട്രിക് സിഗ്നലാണ് when n is odd and anti-symmetric signal when n is even. ഇങ്ങനത്തെ 4 കേസസ് ആണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ കാണുന്നത്. സോ ഇതിൽ തന്നെ നമ്മൾ ആദ്യത്തെ 2 കേസാണ് ഡീറ്റെയിൽ ആയിട്ട് കാണുക, ബാക്കിയുള്ളത് നമ്മൾ കമ്പാരിസൺ വെച്ചിട്ട് ആൻസർ പറയുകയാണ് ചെയ്യുക. സോ ഇതിൽ ഫസ്റ്റ് കേസായിട്ടുള്ള സിമെട്രിക് ഇമ്പൾസ് റെസ്പോൺസ് ഫോർ n odd അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. സോ അവിടുത്തെ ഫസ്റ്റ് കേസാണ് നമ്മൾ എടുക്കുന്നത്, സിമെട്രിക് ഇമ്പൾസ് റെസ്പോൺസ് ആൻഡ് n is odd. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളുടെ ഫിൽറ്ററിനകത്തേക്ക് ഒരു സിമെട്രിക് ഇമ്പൾസ് ഇൻപുട്ടുകൾ നമ്മൾ കൊടുക്കുകയാണ്. ഇവിടെ നമ്മളെപ്പോഴും ഡിസ്ക്രീറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഇമ്പൾസ് ഇൻപുട്ടുകൾ നമ്മൾ കൊടുക്കുന്നത്. സോ സിമെട്രിക് ഇമ്പൾസ് റെസ്പോൺസ് കൊടുക്കുകയാണ് ആൻഡ് അതിൽ നമുക്ക് എത്ര സാമ്പിൾസ് ഉണ്ടാവും, ഓഡ് നമ്പേഴ്സ് ഓഫ് സാമ്പിൾസ് ഉണ്ടാവും. സോ ഇവിടുത്തെ കേസിൽ നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. അതായത് H(n) എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻപുട്ട് ആൻഡ് ദിസ് ഈസ് എ സിഗ്നൽ. ഈ സിഗ്നൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇറ്റ്സ് എ സിമെട്രിക്കൽ സിഗ്നൽ, അല്ലേ? സപ്പോസ് ഈ ഒരു സെൻറ്റർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും സെയിം സിഗ്നൽ തന്നെയാണ് നമുക്ക് വരുന്നത്. സോ ഇറ്റ്സ് എ സിമെട്രിക്കൽ സിഗ്നൽ. അതുപോലെ തന്നെ ഇവിടെ എത്ര സാമ്പിൾസ് ഉണ്ട്, 0 തൊട്ട് 6 വരെ ഉണ്ട്. സോ 1 2 3 4 5 6 7 സാമ്പിൾസ് ആണ് നമുക്കവിടെ കിട്ടുന്നത്. അപ്പോൾ n എന്ന് പറയുന്ന വാല്യൂ എന്താണ്, ഇറ്റ്സ് 7. അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ് ലെക്ചേഴ്സിൽ കണ്ടിരുന്നു, മിഡിൽ പോയിന്റ് കാണാനുള്ളതിൻ്റെ എക്സ്പ്രഷനാണ് ആൽഫ. ആൽഫ ഇസ് ഈക്വൽ ടു n-1/2. ഇതിൽ n എന്ന് പറയുന്നത് 7 ആണ്. സോ 7 - 1/2 നമുക്ക് എന്ത് കിട്ടും, 3 ആണ് കിട്ടുക, അതായത് ദിസ് വൺ. സോ ഈ 3 ആണ് എന്ത്, നമ്മളുടെ സെൻറ്റർ പോയിന്റ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം ഏതൊരു ഇൻപുട്ടിനെയും ഫൊറിയർ ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്തായിരിക്കും അതിൻ്റെ റെസ്പോൺസ് എന്നുള്ളത്. സോ ഇവിടെ എന്ത് ചെയ്യുന്നു, ആ H(n) എന്ന് പറയുന്ന സിഗ്നലിനെ നമ്മൾ ഫൊറിയർ ട്രാൻസ്ഫോം ചെയ്യുകയാണ്. സോ ഫൊറിയർ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ക്യാപിറ്റൽ H(e⁻j⍵) എന്നുള്ളതാണ്. നമ്മളതൊക്കെ ഓൾറെഡി സിഗ്നൽസിൽ കണ്ടിട്ടുള്ളതാണ്. സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ഫൊറിയർ ട്രാൻസ്ഫോം? സമ്മേഷൻ n is equal to 0 to n-1. ഈ H(n) എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടാണ്, ഇൻറ്റു e⁻j⍵n. ഇതാണ് നമ്മൾ ഫൊറിയർ ട്രാൻസ്ഫോം കാണേണ്ടത്. ഇതിൽ തന്നെ നമുക്കറിയാം ഈ n എന്ന് പറയുന്നത് ഓടാവുന്ന സമയത്ത്
n-1/2 എന്ന് പറയുന്ന പൊസിഷനിലാണ് നമ്മളുടെ സെൻറ്റർ ഓഫ് സിമെട്രി വരുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. സോ ഈ സെൻറ്റർ ഓഫ് സിമെട്രി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. സോ ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ എന്താണ് 0 to n-1 ആണ് വരുന്നത്. സോ ഇതിൻ്റെ മിഡിൽ പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് n-1/2. സോ n-1/2 എന്ന് പറയുന്നത് ഒരു സെക്ഷനായിട്ട് ഞാൻ എടുക്കുന്നു. സോ ഇനി ഇതിൻ്റെ മുമ്പിലും പുറകിലും ഉള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. സോ മുമ്പിലും പുറകിലും ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലിമിറ്റ് എങ്ങനെയായിരിക്കും? ഒന്ന് 0-ലായിരിക്കും സ്റ്റാർട്ടിങ് വരിക. 0 തൊട്ട് എവിടെ വരെ വരും? ഇതിന് തൊട്ട് മുമ്പുള്ള പോയിൻ്റ്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് n-3/2 ആണ് വരിക. n-3/2 ഇവിടുത്തെ എക്സാമ്പിൾ നമ്മൾ n എന്ന് പറയുന്നത് 7 ആണ്. 7 - 3 എന്ന് പറയുന്നത് എത്രയാണ്? ദാറ്റ് ഈസ് 4. 4/2 എന്ന് പറയുന്നത് 2 ആണ്. സോ എനിക്ക് 0 to 2 വരെയുള്ള സെക്ഷനാണ് കിട്ടുക. സോ ഇതുപോലെ എന്നിന് ഏത് വാല്യൂ കിട്ടിക്കഴിഞ്ഞാലും ഈ മിഡിലിന് തൊട്ട് മുമ്പുള്ള വാല്യൂ വരെ ഈ ഒരു ലിമിറ്റ് എടുക്കും. ഇനി ഇതിന് ശേഷമുള്ള പോയിൻ്റ്, സോ ഇതിന് ശേഷമുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് n+1/2 ടു എനിക്കിവിടുത്തെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് n-1 ആണ്. സോ ഈ ഒരു എക്സാമ്പിൾ നമ്മളിത് അപ്ലൈ ചെയ്താലോ? n എന്ന് പറയുന്നത് 7 ആണ്. 7 + 1 8. 8/2 എന്ന് പറയുന്നത് 4 ആണ് നമുക്ക് വരിക അല്ലേ? നമുക്ക് 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പോയിൻ്റ് 4 ആണ്. സോ 4 to n-1, 4, 5, 6 എന്നുള്ള സെക്ഷൻ നമുക്കവിടെ വരും. സോ ഈ ഒരു കംപ്ലീറ്റ് ലിമിറ്റിനെ ഞാനിവിടെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് 0 to n-3/2, ദെൻ മിഡിലുള്ളത് n-1/2, ദെൻ n+1/2 to n-1. ഇങ്ങനെ 3 പാർട്ടായിട്ട് ഞാനിവിടെ ഡിവൈഡ് ചെയ്യുകയാണ്. സോ ഈ 3 സെക്ഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? നമ്മളെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷൻ, സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് മിഡിൽ സെക്ഷൻ, ആൻഡ് തേർഡ് സെക്ഷൻ എന്ന് പറയുന്നത് ബാക്കിയുള്ള സെക്ഷൻ അല്ലേ? സോ ഇങ്ങനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? h(e)⁻ ഫസ്റ്റ് ലിമിറ്റ് എന്തായിരുന്നു? 0 to n-3/2 ഇൻറ്റു h(n)(e)⁻j⁻, പ്ലസ് ദെൻ നമുക്കൊരൊറ്റ പോയിൻ്റേ ഉള്ളൂ. സോ നമുക്കവിടെ സമ്മേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് h(n-1/2 ഇൻറ്റു e⁻j⁻. നമുക്കിവിടെ n-ന് പകരം എന്ത് കൊടുക്കാം? n-1/2 എന്ന് നമുക്കിവിടെ കൊടുക്കാം അല്ലേ? ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്ലസ് ബാക്കിയുള്ള ലിമിറ്റ്, ദാറ്റ് ഈസ് n+1/2 to n-1 ഇൻറ്റു h(n) ഇൻറ്റു e⁻j⁻, എന്നാണ് നമുക്കവിടെ വരിക. സോ ഈ എക്സ്പ്രഷനാണ് നമുക്കവിടെ കിട്ടുക. സോ ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 1. ഇനി ഇവിടെ ഇപ്പോൾ നമുക്ക് ലിമിറ്റ് ഒക്കെ പല രീതിയിലാണ് കിടക്കുന്നത്. സോ ഈ ലിമിറ്റിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്യുന്ന ഒരു ഇക്വേഷനാണ്, ദാറ്റ് ഈസ് m എന്ന് പറയുന്ന പുതിയൊരു വാല്യൂ ഞാൻ ഇതിലേക്ക് കൊണ്ടുവരികയാണ്. n-1 - n എന്നുള്ള ടേമിന് പകരമായിട്ട് m എടുക്കുകയാണ്. സോ ഇങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് n = ഇനി എന്ത് കിട്ടും? n ഇപ്പുറത്തേക്ക് വരും, m ഇവിടെ പോകും. സോ n = n-1 - m ആണ് കിട്ടുക. സോ ഈ ഒരു പുതിയ വാല്യൂ വെച്ചിട്ട് ഞാൻ n-നെ ഇവിടെ അപ്ഡേറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് n+1/2 ഉണ്ട്, ഇവിടെ n-1 ഉണ്ട്. സോ ഈ ലിമിറ്റിലേക്ക് ഇതിനെ മാറ്റാനാണ് ഞാനിവിടെ ശ്രമിക്കുന്നത്. സോ ആദ്യം n-ൻ്റെ വാല്യൂ n+1/2 ആണ്. സോ വെൻ n = n+1/2, ഈ ഇക്വേഷൻ നമ്മൾ n+1/2 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? n+1/2 = n-1 - m എന്ന് കിട്ടും. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? m-ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. എന്ത് കിട്ടും? m = n-3/2 വരും. ഓക്കെ, ഇനി അടുത്ത ലിമിറ്റ് എന്താണ്? n-1 എന്നുള്ളതാണ്. സോ വെൻ n = n-1 നമ്മൾ കൊടുത്തു നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് വരും? n-1 ഈ ഇക്വേഷനിൽ, ദാറ്റ് ഈസ് n-1 - m എന്ന് വരും. ഇതിനകത്ത് ഇതെല്ലാം ക്യാൻസലായി പോയി കഴിഞ്ഞാൽ m-ൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 0 ആയിട്ട് കിട്ടും. ഇനി ഈ ലിമിറ്റ് ഞാൻ എന്ത് ചെയ്യുന്നു? ഇക്വേഷൻ നമ്പർ 1-നകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എൻ്റെ ഇക്വേഷൻ എങ്ങനെ മാറും? ഇവിടെയൊക്കെ സെയിം ആയിരിക്കും. ഈ ലാസ്റ്റ് ഇക്വേഷനകത്ത് n-ന് പകരം ഞാൻ m ആണ് കൊടുക്കുന്നത്. സോ m = 0 to n-3/2. ഇപ്പോൾ രണ്ടിൻ്റെയും ലിമിറ്റ് സെയിം ആയില്ലേ? ഇനി നമ്മുടെ ഇവിടെ n-ന് പകരം നമ്മുടെ n-ൻ്റെ വാല്യൂ എന്താ? n-1 - m ആണ്. സോ അത് നമ്മളിവിടെ കൊടുക്കുന്നു. അതേപോലെ തന്നെ e⁻j⁻യുടെ കൂടെ ഇവിടെയും n ഉണ്ട്. ഈ n-ന് പകരം ഈ സെയിം വാല്യൂ നമ്മൾ കൊടുക്കുന്നു, n-1 - m. സോ ഇപ്പോൾ എന്തായി? എൻ്റെ ഈ സമ്മേഷൻ്റെ രണ്ട് ലിമിറ്റും സെയിം ആയി കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വേറൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ദാറ്റ് ഈസ് m = n എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരാണ്.
ഒന്നുമില്ല, ഈ ലിമിറ്റ് സെയിം ആക്കുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് m = n എന്ന് കൊടുക്കുകയാണ്. സോ ആ സമയത്ത് നമുക്ക് എന്ത് വരും, ഇത്രയും സെയിം തന്നെയാണ്. ഇവിടെ നമുക്ക് m-ന് പകരം n = 0 to n - 3/2. ദെൻ ഇവിടെ m-ന് പകരം n വരും. സിമിലർലി ഇവിടെയും m-ന് പകരം n വരും. ഓക്കെ, സോ ഈ ഒരു എക്സ്പ്രഷനാണ് നമുക്കിവിടെ കിട്ടുന്നത്. പക്ഷേ ഇവിടെ ഈ ഒരു സെക്ഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓർമ്മ കിട്ടുന്നുണ്ടോ? നമ്മൾ മുമ്പുള്ള ലെക്ചേഴ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഫോർ എ സിമെട്രിക് ഇമ്പൾസ് റെസ്പോൺസ്. ഈ ടേം എന്ന് പറയുന്നത് നിങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടാവും. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് h of n. ദാറ്റ് ഈസ് ഫോർ എ സിമെട്രിക് ഇമ്പൾസ് റെസ്പോൺസ് h of n = h of n - 1 - n എന്ന്. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെക്ഷന് വരെ എനിക്ക് എന്ത് കൊടുക്കാം, h of n എന്ന് കൊടുക്കാമല്ലോ. ഇത്രയും സെയിം തന്നെയാണ്. ഇവിടെ ഈ ഒരു സെക്ഷന് പകരം h of n എനിക്കവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ എന്തായി, ഈ സെക്ഷനും സെയിം ആയി, ഇത്രയും സെക്ഷനും സെയിം ആയി. സോ നമുക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇനി ഇതിനകത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ h of n - 1/2 കൂടെയുള്ള ഈ ഒരു എക്സ്പൊണൻഷ്യൽ ടേം ഉണ്ടല്ലോ. സോ ഈ ഒരു ടേമിനെ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് എടുക്കുകയാണ്, ഇതിൽ നിന്ന് ഔട്ട് എടുക്കുകയാണ്. സോ അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഇക്വേഷൻ എങ്ങനെ മാറും, h of e raised to j omega is equal to, when I am taking this section outside, ഈ ഒരു സെക്ഷനകത്ത് നിന്ന് e raised to minus j omega n - 1/2 പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ബാക്കി വരുന്നത് h of n - 1/2 ആണ്. ഇനി നമുക്ക് വേറെ രണ്ട് സെക്ഷനും കൂടെ ഉണ്ട്. സോ ഈ രണ്ട് സെക്ഷനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ there is no e raised to minus j omega n - 1/2 ടേം അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് നിന്ന് ഫോഴ്സ്ഫുള്ളി നമുക്ക് പുറത്തേക്ക് എടുക്കാം. എങ്ങനെ വരും, ഇവിടെ ഈ ഡിവൈഡഡ് ബൈ e raised to minus j omega n - 1/2 ഉണ്ടാവും. അതേപോലെ തന്നെ ഇവിടെയും ഡിവൈഡഡ് ബൈ e raised to minus j omega n - 1/2 ഉണ്ടാവും. സോ 1 e raised to minus j omega എന്നുള്ള ഈ ഒരു ടേമിനെ ഞാൻ മുകളിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എന്താവും, എൻ്റെ ഈ മൈനസ് പോവും അല്ലേ. സോ ആ ഒരു സെക്ഷനാണ് ഇവിടെ ഞാൻ വേറൊരു കളറിൽ കാണിച്ചിട്ടുള്ളത്. സോ സമ്മേഷൻ എന്ന് പറയുന്നത് കോമൺ ആണ്, h of n എന്ന് പറയുന്നതും കോമൺ ആണ്. സോ ഐ എം ടേക്കിംഗ് ഇറ്റ് ഔട്ട് സൈഡ്, ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ വരുന്ന ഫസ്റ്റ് ടേം എന്താണ്, e raised to minus j omega n, അത് അതേപോലെ തന്നെ ഉണ്ട്, ഇൻറ്റു ഈ 1 e raised to minus j omega n - 1/2 എന്നുള്ള ടേം ഞാൻ മുകളിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അതെന്താവും, പ്ലസ് ആവും. സോ e raised to j omega into n - 1/2 പ്ലസ് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് e raised to minus j omega n - 1 - n, അത് അതേപോലെ തന്നെ ഉണ്ട്, ഇൻറ്റു ഈ ഡിവൈഡഡ് ബൈ എന്നുള്ള ടേം മുകളിലേക്ക് വരുമ്പോൾ എന്താവും, പ്ലസ് ആവും. സോ e raised to plus j omega into n - 1/2. സോ ഇങ്ങനെയാണ് എനിക്കവിടെ ഇക്വേഷൻ കിട്ടുന്നത്. ഇനി ഈ ഇക്വേഷനെ നമ്മൾ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. ദാറ്റ് ഈസ് ഇത്രയും ടേം സെയിം തന്നെയാണ്, ഇവിടെയുള്ള ഈ ഒരു ടേമിനെ കമ്പൈൻ ചെയ്യാണ്. സോ e raised to something ഇൻറ്റു e raised to something എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനെ രണ്ടിനെയും കൂടെ ആഡ് ചെയ്യാമല്ലോ. സോ ഇതിൽ j omega എന്ന് പറയുന്നത് കോമൺ ആണ്. സോ j omega പുറത്തെടുത്തു, ഇത് ടേമാണ് n - 1/2, അത് ആദ്യം എഴുതി, ഇവിടെ മൈനസ് ടേം ആയതുകൊണ്ട് ഇത് അപ്പുറത്തേക്ക് എഴുതി. സോ മൈനസ് n വന്നു. സോ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് e raised to j omega into n - 1/2 minus n പ്ലസ് ഇവിടുത്തെ ടേമിലും നമ്മൾ ഈ രണ്ട് എക്സ്പൊണൻഷ്യൽ ടേം നമ്മൾ ആഡ് ചെയ്യുകയാണ്. സോ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ e raised to മൈനസ് ആണ് പുറത്തെടുത്തിട്ടുള്ളത്. സോ e raised to minus j omega രണ്ടിലും കോമൺ ആണ്, അത് പുറത്തെടുത്തു, ഇൻറ്റു സോ മൈനസ് പുറത്തെടുത്തുകൊണ്ട് തന്നെ ഇവിടെ മൈനസിൻ്റെ കൂടെയുള്ള ടേമാണ് ഞാൻ ആദ്യം എഴുതുന്നത്. സോ n - 1 minus n മൈനസ് n - 1/2. ഓക്കെ, സോ ഇങ്ങനെ രണ്ട് എക്സ്പൊണൻഷ്യൽ ടേമിലാക്കി ഞാൻ എഴുതി. ഇനി നമ്മൾ ഈ ഒരു ടേമിനെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. ദാറ്റ് ഈസ് n - 1 minus n മൈനസ് n - 1/2. സോ ഈ ഒരു ടേമിനെ നമ്മളിനി സോൾവ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് n - 1 മൈനസ് n മൈനസ് n/2 ഉണ്ട്. ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് എഴുതാണ്, ഇവിടുത്തെ മൈനസ് അകത്തേക്ക് പോകുമ്പോൾ പ്ലസ് 1/2 വരും. സോ ഇതിനെ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഫസ്റ്റ് ഈ n minus n/2. What is n minus n/2? That is nothing but plus n/2 അല്ലേ. പിന്നെ നമുക്കിവിടെ ഒരു പ്ലസ് 1/2 വരുന്നുണ്ട്, അതുപോലെ മൈനസ് 1 വരുന്നുണ്ട്. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, -1 പ്ലസ് 1/2 ആണ്. സോ മൈനസ് 1/2 എനിക്കവിടെ കിട്ടും. പിന്നെ വരുന്നത് ഒരു മൈനസ് n മാത്രമാണ്. സോ മൈനസ് n. സോ ഇതിനെ നമ്മൾ സിമ്പിളായിട്ട് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം, n - 1/2 മൈനസ് n എന്ന് എഴുതാം അല്ലേ.
സോ ഈ ഒരു സാധനം നമുക്ക് ഈ എക്സ്പൊണൻഷ്യലിന് പകരമായിട്ട് എഴുതാം. ദിസ് ഈസ് നത്തിങ് ബട്ട് സെയിം ആസ് ദിസ്. സോ നമ്മുടെ ഈ ഇക്വേഷൻ ഫർദർ എങ്ങനെ മാറും? ഇങ്ങനെയായിട്ട് മാറും അല്ലേ? സോ ഇതിൽ നിങ്ങൾ നോക്കിയാൽ ഈ ബ്രാക്കറ്റിനകത്തുള്ള ടേം നോക്കുക. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് e raised to j omega into something plus e raised to minus j omega into something ആണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 2 cos θ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഈ ഹോൾ ടേമിനെ നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം? ദാറ്റ് ഈസ് 2 cos omega into n-1/2. തീറ്റയ്ക്ക് വരെ നമുക്ക് n-1/2 മൈനസ് n ആണ് അവിടെ വരുന്നത്. സോ ഇവിടുത്തെ കേസിലും നമ്മൾ ഈ ലിമിറ്റിനെ ഒന്നുകൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു അസംഷൻ കൊണ്ടുവരികയാണ്. ദാറ്റ് ഈസ് k ഈസ് ഈക്വൽ ടു n-1/2 മൈനസ് n. ഈ ബ്രാക്കറ്റിനകത്തുള്ള ടേമിനെ ഞാൻ k എന്ന് കൊടുക്കുകയാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് അതിനെ എങ്ങനെ മാറ്റാം? n ഈസ് ഈക്വൽ ടു ഈ n ഇവിടെ വരും, k അപ്പുറത്ത് പോകും. സോ n-1/2 മൈനസ് k എന്ന് കിട്ടും. സോ ഇവിടെ n ഉള്ളിടത്തൊക്കെ നമുക്ക് എന്ത് കൊടുക്കാം? ഈ വാല്യൂ കൊടുക്കും. സോ ഇവിടുത്തെ കേസിൽ നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത് ഒന്ന് 0യും ഒന്ന് n-3/2 ആണ്. സോ നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരുന്ന സമയത്ത് ലിമിറ്റ് ചേഞ്ച് ചെയ്യണം. സോ ഫസ്റ്റ് നമ്മളവിടെ എന്ത് ചെയ്യുന്നു? വെൻ n ഈസ് ഈക്വൽ ടു 0. n-ന് 0 ആണെങ്കിൽ ഇവിടെ നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? 0 ഈസ് ഈക്വൽ ടു n-1/2 മൈനസ് k എന്ന് വരും. ഇതിന്ന് k ഇപ്പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ k ഈസ് ഈക്വൽ ടു n-1/2. സോ ഫസ്റ്റ് ലിമിറ്റ് 0 ആകുമ്പോഴുള്ള ലിമിറ്റ് നമുക്ക് n-1/2 കിട്ടി. ഇനി നെക്സ്റ്റ് വെൻ n ഈസ് ഈക്വൽ ടു n-3/2 അടുത്ത ലിമിറ്റ്. ആ ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ n-3/2 ഈസ് ഈക്വൽ ടു എനിക്ക് ഈ ടേം വരും. ഇതിൽ നിന്ന് കെയുടെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എന്ത് കിട്ടും? അത് 1 ആയിട്ട് കിട്ടും. സോ നമ്മുടെ പുതിയ ലിമിറ്റ് k എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പുതിയ ലിമിറ്റ് എങ്ങനെ മാറും? n-1/2 ദെൻ 1 ആയിട്ട് മാറുകയാണ് ചെയ്യും. സോ ഇവിടുത്തെ കേസിൽ നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പം n-1/2 ടു 1 എന്നാണ് ലിമിറ്റ് വരുന്നത്. സോ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് നമുക്ക് ഈ ലിമിറ്റിനെ വേണമെങ്കിൽ മാറ്റി എഴുതാം. ഇവിടെ 1 ടു n-1/2 എന്ന് നമുക്ക് എഴുതാം. സോ ഇവിടുത്തെ ലിമിറ്റ് ഞാനൊന്ന് ഷിഫ്റ്റ് ചെയ്താലും നമുക്ക് ചേഞ്ച് ഒന്നും വരില്ല, കാരണം പ്ലസ് ആണ് വരുന്നത്. സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? h of e raised to j omega is equal to ഇത്രയും ടേം അത് തന്നെയാണ്. സമ്മേഷനിൽ k is equal to 1 to n-1/2 നമുക്ക് കിട്ടിയ ഇവിടെ 2 cos omega ആയിരുന്നു. ആ 2 ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് 2h of n-1/2 മൈനസ് k. നമ്മുടെ kയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. സോ ആ വാല്യൂ നമ്മളിവിടെ കൊടുക്കുന്നു ഇൻറ്റു cos omega k അല്ലേ? ഇതിന് പകരമാണ് നമ്മൾ k എടുത്തത്. സോ ഇങ്ങനെ നമ്മുടെ ഇക്വേഷൻ മാറും. ഇനി നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് k ഈസ് ഈക്വൽ ടു n. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? ലൈക്ക് ദിസ്. ഇവിടെ n ഈസ് ഈക്വൽ ടു 1 ടു n-1/2 2h ഓഫ് n-1/2 മൈനസ് n ആണ് വരിക. ഇവിടെ kക്ക് വരെ n കൊടുക്കും. സോ ഈ ഒരു എക്സ്പ്രഷനാണ് നമുക്കിവിടെ കിട്ടുന്നത്. സോ ഈ എക്സ്പ്രഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഇവിടെ എനിക്ക് ലിമിറ്റ് വന്നിട്ടുള്ള എന്താണ്? 1 ടു n-1/2 ആണ്. സപ്പോസ് നമുക്കിവിടെ n എന്ന് പറയുന്നത് 7 ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ n-1/2 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 6/2 ദാറ്റ് ഈസ് 3 ആണ് നമുക്ക് വരിക. സോ നമ്മൾ 3 സാമ്പിളിന് മാത്രമാണ് എടുത്തിട്ടുള്ളത്. സിമെട്രിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു? 3 സാമ്പിളാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. നമ്മൾ സിമെട്രിക് സിഗ്നൽ എടുത്ത സമയത്ത് നമ്മൾ കണ്ടിരുന്നു സെൻട്രൽ പോയിൻറ്റിനകത്ത് ഇങ്ങോട്ടേക്കുമുള്ള വാല്യൂ രണ്ടും സെയിം ആണ്. സോ നമ്മൾ ഈ ഒരു ഹാഫ് കണ്ടു കഴിഞ്ഞിട്ട് ആ സെയിം വാല്യൂ ഇപ്പുറത്തെ ഹാഫിലേക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആവും അല്ലേ? സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലിമിറ്റിൽ നമ്മളിവിടെ 1 ടു n-1/2 അതായത് ഈ ഒരു 3 വാല്യൂസ് മാത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, അത് കാണാനുള്ള എക്സ്പ്രഷനാണ് ദിസ് വൺ. പിന്നെ നമുക്ക് വരുന്ന ഒരു മിഡിൽ സെക്ഷനാണ് അല്ലേ? ആ മിഡിൽ സെക്ഷനെയാണ് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് n-1/2 എന്ന് പറയുന്നത് സെൻറ്ററിലുള്ള 3 ആണ് അല്ലേ? നമ്മൾ ആദ്യ ഇക്വേഷൻ കണ്ടപ്പോൾ കണ്ടിട്ടുണ്ട് 3യിലാണ് നമ്മുടെ സെൻറ്റർ ഓഫ് പൊസിഷൻ ഉള്ളത്. സോ സെൻറ്റർ ഓഫ് പൊസിഷൻ കാണുന്നു, അതിനുശേഷം 1 ടു n-1/2യുടെ ലിമിറ്റും നമ്മളവിടെ കാണുന്നു. സോ ഈ ഒരു എക്സ്പ്രഷൻ കണ്ടപ്പോൾ നമുക്ക് എന്തായി? കംപ്ലീറ്റ് ഇമ്പൾസ് റെസ്പോൺസിൻ്റെ എക്സ്പ്രഷനാണ് ഈ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഈ ഇക്വേഷനെ എങ്ങനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം? ദാറ്റ് ഈസ് h of e raised to j omega is equal to ഈ എക്സ്പൊണൻഷ്യൽ ടേം അതേപോലെ വരുന്നുണ്ട്. ദെൻ ഈ ഒരു മിഡിൽ പാർട്ടിനെ കമ്പൈൻ ചെയ്തിട്ട് ഞാനിവിടെ എന്ത് എഴുതുന്നു? an എന്നുള്ള എക്സ്പ്രഷൻ കൊണ്ടുവരികയാണ്. ദെൻ cos omega n എന്നുള്ളത് അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. വേർ നമുക്ക് ഈ an-നെ 2 സെക്ഷനായിട്ട് എഴുതാം. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? 0യിലുള്ള സെക്ഷൻ ദാറ്റ് ഈസ് n-1/2. പിന്നെ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ദെൻ 1 ടു n-1/2 വരെയുള്ള സെക്ഷനാണ്. അതിന് ഞാൻ a ഓഫ് n എന്ന് എഴുതുകയാണ്. സോ അതെന്താണ്? 2h of n-1/2 മൈനസ്
n എന്ന് എഴുതി. സോ ഇങ്ങനെ എനിക്ക് എന്ത് കിട്ടി? എൻ്റെ എക്സ്പ്രഷൻ കിട്ടി. സോ ദിസ് ഈസ് ദ ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് എ FIR ഫിൽട്ടർ. സോ നമുക്ക് ഫൈനലി നമ്മുടെ എക്സ്പ്രഷൻ എങ്ങനെ കിട്ടി? h of e raised to j omega is equal to e raised to j omega n minus 1 by 2 into n is equal to 1 to n minus 1 by 2 a of n into cos omega n എന്നാണ് കിട്ടുന്നത്. ഇതിൽ ഈ a of n നെ എനിക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? രണ്ട് പാർട്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് മിഡിൽ പാർട്ട്, സീറോയിലുള്ള സാധനം, ദാറ്റ് ഈസ് a of 0 is equal to h of n minus 1 by 2 and a of n is equal to 2h of n minus 1 by 2 minus n എന്ന് എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. So this is the impulse response of a linear phase FIR filter when we are giving a symmetric signal to that filter and the number of samples is odd. So ഈ ഇക്വേഷനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ഫേസും മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കാം. നമുക്ക് ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി നമ്മൾ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷനും ഫേസ് റെപ്രസെൻറ്റേഷനും ആണ്. സോ ഈ ഒരു എക്സ്പ്രഷനകത്ത് നമുക്ക് മാഗ്നിറ്റ്യൂഡും ഫേസും എങ്ങനെ കാണാം? ഇതിലറിയാം മാഗ്നിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് സെക്ഷൻ വിൽ ബി ദ മാഗ്നിറ്റ്യൂഡ് സെക്ഷൻ ആൻഡ് ഫേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മളുടെ e raised to j theta എന്ന് പറയുന്ന ആ തീറ്റ ഫോം ആയിരിക്കും നമ്മളവിടെ ആംഗിളായിട്ട് എടുക്കുക. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് മൈനസ് ഒമേഗ n minus 1 by 2. ഓക്കെ, ഇതിനെ നമ്മൾ മൈനസ് ആൽഫ ഒമേഗ എന്ന് ആദ്യം റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ തീറ്റ എന്ന് പറയുന്ന ടേമിനെ നമ്മൾ മൈനസ് ആൽഫ ഒമേഗ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രീവിയസ് ലെക്ചേഴ്സിനകത്ത് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫേസിനെ മൈനസ് ആൽഫ ഒമേഗ എന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. സോ ദിസ് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫേസ് റെപ്രസെൻറ്റേഷൻ. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു ലീനിയർ ഫേസ് FIR ഫിൽറ്ററിൻ്റെ സിമെട്രിക് ഇമ്പൾസ് റെസ്പോൺസ് ഫോർ n is an ഓഡ് നമ്പറിൻ്റെ എക്സ്പ്രഷൻ കാണുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.